തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം നിലനിർത്താൻ എന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് സിപിഎം. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. അതേസമയം മേയറെ മാറ്റില്ല എന്ന സിപിഎം നിലപാടിനെതിരെ ബിജെപി രംഗത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരപ്രദേശങ്ങളിലെ സിപിഎം വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന കാരണമായി പാർട്ടി വിലയിരുത്തുന്നത് നഗരസഭാ ഭരണം തന്നെയാണ്. മേയർക്കെതിരെ പാർട്ടിക്കകത്ത് മാത്രമല്ല ജനങ്ങൾക്കിടയിലും ശക്തമായ വികാരമുണ്ടെന്ന് സിപിഎം ജില്ലാ നേതൃയോഗങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാര്യക്ഷമമായി മേയറും കോർപ്പറേഷനും ഭരണത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നതെന്നാണ് സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ തിടുക്കപ്പെട്ട മേയറെ മാറ്റിയാൽ ബിജെപിയും കോൺഗ്രസും അത് ആയുധമാക്കുമെന്ന ആശങ്കയും സിപിഎമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെ നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പാർട്ടി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് സിപിഎം നഗരസഭാ ഭരണം മാറ്റും. അതേസമയം ഭരണം പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ബിജെപി കരുതലോടെയാണ് നീങ്ങുന്നത്. മേയർക്കെതിരായി സിപിഎം കമ്മിറ്റികളിൽ ഉയർന്ന വികാരം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബിജെപി. സിപിഎം നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാഫിയ സംസ്കാരം തഴച്ചു വളരുന്നു എന്നുള്ള വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന 1.5 വർഷം പരമാവധി അഴിമതി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മേയറെ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ അസംതൃപ്തരായ സിപിഎം പ്രാദേശിക നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും ബിജെപി ആരംഭിച്ചിട്ടുണ്ട്. ബിജെപിയിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നവർ അവരൊരു പൊതുസമൂഹത്തിന് സ്വീകാര്യരായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്തും. ഇതുവരെയും ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിരവധി സിപിഎം അനുഭാവികൾ, ഞാൻ വലിയ നേതാക്കന്മാരെയല്ല ഉദ്ദേശിച്ചത്, അനുഭാവികൾ ബിജെപിയിൽ ചേരും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നിലപാടുകളിലും നയങ്ങളിലും മേയറുടെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്ന് മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തൃശൂരിൽ ചരിത്രം കുറിച്ചതുപോലെ തിരുവനന്തപുരത്തും ബിജെപി ചരിത്രം കുറിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.